നമസ്കാരം. പഞ്ചശക്തി ടാറോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി യൂണിവേഴ്സ് അറിയിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് 10 ഓഫ് സോർട്സും വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട്. ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കുന്നു എന്നത് കാണാൻ കഴിയുന്നു. ഓവർ തിങ്കിങ് ആണ് നിങ്ങളെക്കുറിച്ച്. നിങ്ങളുടെ ലൈഫ് ശരിയായ രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നവർക്കൊരു ഭയമുണ്ട് എന്നതാണ് കാണാൻ കഴിയുന്നത്. അവർക്ക് നിങ്ങളെ പേടിയാണ്, വല്ലാത്തൊരു ഭയം. അത് എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കുറവാണ് എന്നത് കാണിക്കുന്നു. ലെസ് കമ്മ്യൂണിക്കേഷൻ, അത് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നത് കാണിക്കുന്നുണ്ട്. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അതേപോലെ ഉള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു ആളായിരിക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങൾക്ക് വർക്കിലേക്ക് മാറ്റി വെക്കേണ്ടി വരുന്നു. പക്ഷെ അത് നിങ്ങളുടെ ലൈഫിനെയും നിങ്ങളുടെ കൂടെയുള്ളവരെയും അത് വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ബാലൻസ് ഇല്ലാത്തത് പോക്കാണ് നിങ്ങളുടെ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം ഒന്നിച്ചുകൂടി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ സ്ട്രെങ്ത് ഉള്ള റിലേഷനാണ്, നിങ്ങൾ ഫാമിലിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു കൊണ്ടുപോകുന്ന ഒരാളാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള സമയങ്ങളിൽ പോലും, അത് ഫാമിലിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് എൻ്റർടൈൻമെൻറ്റ്സിലാണെങ്കിലും ഒന്നിനും നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരു പരാതി നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ജീവിക്കുന്നുവെന്ന് പോലും തോന്നില്ല, എപ്പോഴും വർക്കിലുള്ള ആ ഒരു ഇൻവോൾവ്മെൻറ്റ് മാത്രമാണുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല ഉയർന്ന സാലറി ഉള്ളൊരു പോസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഉയർന്ന പോസ്റ്റുകൾ എന്തെങ്കിലും ആയിരിക്കാം. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കേണ്ടി വരുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിയെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഒത്തിരി ഓവർ തിങ്കിങ് ആവുന്നു. നിങ്ങൾക്ക് നല്ല ടെൻഷനും പ്രഷറും ആ വർക്കിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഉറക്കമില്ലായ്മ, നിങ്ങൾക്ക് ഓവർ സ്ട്രെസ്, ഇതൊക്കെ നിങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആയപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നിന്ന്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചായിട്ട് എടുക്കാം. ഞാനിപ്പം വർക്ക് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ പാർട്ട്ണറുടെ ആ സങ്കടം അതാണ് എന്നത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടെ ശ്രദ്ധിക്കുക, അല്ലാണ്ട് ഈ ഒരു വർക്ക് മാത്രമായിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ലൈഫിൽ ഹാപ്പിനെസ് കിട്ടത്തില്ല. ഒരു ബാലൻസിൽ കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ലൈഫ് അവർ ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ഒത്തിരി ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മൈൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളെ ആശ്രയിച്ച് കുറച്ച് പേരുണ്ടായിരിക്കാം. അപ്പോൾ അവരെ കൂടി ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് വന്നിരിക്കുന്നു യൂണിവേഴ്സിൻ്റെ ഭാഗത്ത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലും ശ്രദ്ധ വരുത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ